അങ്ങനെ ഇത് നമ്മുടെ ബോംബെയിലെ അവസാന വീഡിയോ ആണ്. ഞാൻ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറേ പേര് അന്വേഷിച്ചു, നേരിട്ട് കണ്ടിട്ടുള്ള കുറേ പേരും ചോദിച്ചു എന്താ വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്ന്. അപ്പോൾ സന്തോഷം, നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടായിരുന്നു, കാണാതെയായപ്പോൾ എന്താ ഏതാന്നൊക്കെ അന്വേഷിച്ച് വന്നു, ചോദിച്ചറിഞ്ഞു. ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ ബോംബെയിലുള്ള അവസാനത്തെ വീഡിയോ ആണെന്ന് പറഞ്ഞാൽ സ്ഥലങ്ങൾ കാണാൻ പോയതിലെ അവസാനത്തെ വീഡിയോ ആണ്. ലാസ്റ്റ് നമ്മൾ എത്തിയിട്ടുള്ളത് ജുഹു ബീച്ചിലാണ്. അപ്പോൾ നമ്മളോട് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്ന് നമ്മുടെ വില്ലയിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോംബെയിൽ ഉണ്ടായിരുന്ന കുട്ടി എന്ന് പറഞ്ഞില്ലേ, ബോംബെയിലാണ് അവൾ ബ്രോൺ ആൻഡ് പോട്ടപ്പൊക്കെ, അവിടെയാണ് ജനിച്ചു വളർന്നത്. സോ കല്യാണം കഴിഞ്ഞിട്ട് ദുബായിലാണ് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ. അപ്പോൾ അവൾ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്, റബ്ഡി ഫലൂഡ. സാധാരണ ഫലൂഡയൊക്കെ നമ്മുടെ അവിടെ ഗ്ലാസ്സിലല്ലേ കണ്ടിട്ടുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയത് എന്താ സംഭവം എന്നറിയാണ്ട്. അവർ പ്ലേറ്റിലാണ് തരുന്നത്. സോ അതുകൊണ്ടായിരിക്കും അവൾ ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവുക. ഈ മൈസൂർ പാക്ക് പോലെ സൈഡിലുള്ള സാധനമല്ലേ, അത് ശരിക്കും പാലും ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു ഫ്ലേവറുള്ള സാധനമാണ്. സംഭവം കൊള്ളായിരുന്നു, മൊത്തത്തിൽ സംഭവം കൊള്ളായിരുന്നു. അവിടുത്തെ കടകളൊക്കെ കണ്ടോ, എന്ത് രസമാണ് കാണാൻ. ഒരു ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു സെറ്റപ്പ് ഒന്നുമല്ല. നമ്മുടെ അവിടെ മറ്റേ കടലവണ്ടിയിൽ മുന്തുവണ്ടിയിലൊക്കെ അല്ലേ ഓരോ സാധനങ്ങൾ വിൽക്കും വാങ്ങിക്കുകയൊക്കെ ചെയ്യണത്. പക്ഷെ അവിടെ എൻ്റെർലി ഡിഫറെൻ്റ് ആയിരുന്നു. എന്താ പറയുക, നമ്മൾ എക്സിബിഷൻ സ്റ്റാളുകളൊക്കെ ഇടില്ലേ, അതേപോലത്തെ ഒരു സെറ്റപ്പിലായിരുന്നു. ഫുഡ് കൗണ്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു, ഫുഡ് ഷോപ്സൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരേ ഐറ്റംസ് വിൽക്കുന്ന കടകൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് എങ്ങനെ ഈ തല്ലും ബഹളമൊന്നും ഉണ്ടാവാതെ വിൽക്കണമെന്ന് ചോദിച്ചറിയില്ല. ഇപ്പോൾ പാവുഭാജി ആണെങ്കിൽ പാവുഭാജിയുടെ ഷോപ്പ് തന്നെ കുറേ ഉണ്ടാവും, പാനിപൂരി ആണെങ്കിൽ അതിൻ്റെ തന്നെ കുറേ ഉണ്ടാവും, ഐസ്ക്രീം ആണെങ്കിൽ അതിൻ്റെ തന്നെ കുറേ ഉണ്ടാവും. എന്നിട്ടാണ് അവർ കച്ചവടം ചെയ്യുന്നത്. എന്തായാലും വൃത്തിയും വെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല സ്ഥലമാണ്. പിന്നെ നമുക്ക് ഷോപ്പിൻ്റെ ഒരു സെറ്റപ്പായ കാരണം ഒരു സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന ഒരു ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ കടലിൽ കൂടെ പോകുന്ന ബൈക്കൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചാൽ കുറേ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കയറണം വെക്കണം എന്നൊക്കെ. നമ്മൾ ദുബായിലുള്ളപ്പോഴും ഇതുപോലെ ഒരു കടലിൽ പോയപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്ക് പെയിൻ ഉള്ളവർക്ക് തീരെ സപ്പോർട്ടിങ് അല്ല എന്ന് പറഞ്ഞു. കാരണം ബാക്ക് പെയിൻ ഇല്ലാത്ത ഒരാൾ കയറിയിട്ട് തന്നെ മേലും കൈയും വേദനയായിരുന്നു മൊത്തത്തിലെന്ന് പറഞ്ഞു. സോ ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. എൻ്റെ സർജറി കഴിഞ്ഞതാണല്ലോ. ആളോട് കയറാൻ പറഞ്ഞപ്പോൾ ആൾക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ പിന്നെയും ഈ ബോട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു, സ്പീഡ് ബോട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ രാവിലെ ഓൾറെഡി ഒരു ജങ്കാറ് പോലത്തെ ബോട്ടിങ് കഴിഞ്ഞതാണ്. സോ സത്യം പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ ആൾക്ക് താല്പര്യമുള്ളത് കൊണ്ടും നമ്മുടെ ആ ബൈക്ക് പോലൊരു സാധനം ഓടിക്കാൻ പറ്റാത്തത് കൊണ്ടും അതെൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണല്ലോ, എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ നമ്മളത് ക്യാൻസൽ ചെയ്തത്. അപ്പം അതുകൊണ്ട് എന്നും വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബോട്ടിങ്ങിൽ കയറിയത്. പക്ഷെ അതൊരു ഒന്നൊന്നര അനുഭവമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബാക്കി നിങ്ങൾ നേരിട്ട് കണ്ടറിയും. കണ്ണിലും മൂക്കിലൊക്കെ ഉപ്പുവെള്ളം പോയിട്ടുണ്ട്. പൊന്നോ, ഇതേത് ജില്ലയാണ് ഇത്, എനിക്ക് ദേശത്തെ വഴി അറിയില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിരുന്നു. കണ്ണിലും മൂക്കിലും ഒക്കെ ഉപ്പുവെള്ളം പോയിട്ട് മണൽത്തരിയൊക്കെ ആയിട്ട് ഒരുമാതിരി അവസ്ഥയായിരുന്നു കേട്ടോ. ഞാൻ അയ്യോ, ഇനി നമ്മൾ നേരെ എയർപോർട്ടിലാണ് പോണത്, അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്, നാളെ രാവിലെ വീട്ടിലെത്തുള്ളൂ, ഒന്ന് കുളിക്കെങ്കിലും ചെയ്യാതെ എങ്ങനെയാണ് പുറത്ത് പോകാമെന്നുള്ളൊരു ഒരു ഒരു ഒരുമാതിരി അവസ്ഥയായിരുന്നു ആ സമയത്ത്. നല്ല സ്പീഡിൽ ഒരു നടുക്കടലിൽ കൊണ്ടുപോയിട്ട് മോട്ടർ ഓഫാക്കിയിട്ടു. പിന്നെ അവിടുന്ന് ഭയങ്കര അലകളായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. പിന്നീട് അങ്ങോട്ട് ഭയങ്കര ഷേക്കിങ് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫ്രണ്ട് ക്യാമിൽ തിരിച്ചു പോകുന്നത് കാണിച്ചു. കാല് വഴിക്കായിരുന്നു, ഞാൻ വരുമ്പോ തന്നെ വിടാൻ പോകുന്നായിരുന്നു.
അത്യാവശ്യം നല്ല സ്പീഡിലാണ് വരുന്നത് ബോട്ട്. അതുകൊണ്ട് തന്നെ മുഖത്തേക്ക് വെള്ളം തെറിക്കുമ്പോൾ നല്ല സൂചി കുത്തണ പോലെയാണ് മുഖത്ത് വന്ന് വീണത് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ കടൽ തീരത്ത് ഉണങ്ങാനായിട്ടിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെയും നമ്മൾ ഫുഡിൻ്റെ ഏരിയയിൽ വന്നു. ആദ്യം പാവ് ഭാജി കഴിച്ചു. നല്ല ബട്ടറൊക്കെ ഇട്ടിട്ടുള്ള പാവ് ഭാജി ആയിരുന്നു. അതിനുശേഷം ഞാൻ പാനിപ്പൂരി ഒന്നുകൂടിയും കഴിച്ചു. റോഡ് സൈഡൊന്നും ഒരിക്കൽ കഴിച്ചതാണ്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒരു പാനിപ്പൂരിയും കൂടി ഞാൻ കഴിക്കുന്നുണ്ട്. ഒന്ന് ഇന്നലെയായിരുന്നു, ഒന്ന് ഇന്നായിരുന്നു. അത് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഐസ്ക്രീമായിട്ട് പലതരം ജ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട്, കരിമ്പിൻ ജ്യൂസ്, അങ്ങനെ ഇങ്ങനെ ആ നാട്ടിലത്തെ ഒരുപാട് ഫുഡ് ഐറ്റംസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പിന്നെയും പാനിപ്പൂരി കഴിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് റോഡ് സൈഡത്തെയാണ്. മറ്റേ ഓടയത്തെ വെള്ളം ആയതുകൊണ്ടാണോ ഇന്ന് എനിക്കറിയില്ല. എന്തായാലും എല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ചുറ്റിനും എക്സിബിഷൻ്റെ സ്റ്റാള് പോലെയായിരുന്നു. കടൽ തീരത്ത്, അതായത് കടൽ തീരത്ത് നല്ല തിരക്കുണ്ട്. അവിടെ തന്നെ ആൾക്കാർ ജ്യൂസും വെള്ളവും ഐസ്ക്രീമും ഈ പറഞ്ഞ പോലെ കടലയും കപ്പലണ്ടിയും നട്ട്സും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വരുന്നുണ്ട്. ചായയും കാപ്പിയൊക്കെ കൊണ്ടുവന്നിരുന്നുണ്ട്. അത് കൂടാതെ കുറച്ച് നീങ്ങിയിട്ട് ഇതുപോലൊരു എക്സിബിഷൻ സ്റ്റാള് പോലത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നൈറ്റ് 7 മണിക്കാണ് നമുക്ക് തിരിച്ച് കയറാനുള്ള ടൈം. നമ്മൾ ബസ്സിൽ കയറിയിരുന്നു, ലഗേജൊക്കെ എടുത്തു. പക്ഷേ ബസ്സിൽ എല്ലാവരും വന്നിട്ടേ എടുക്കണുള്ളൂ. നമുക്കാണെങ്കിൽ ഫ്ലൈറ്റിന് സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയം നമ്മൾ മുൻകൂട്ടി കണക്കാക്കണ്ടേ. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണ്, ഇൻ്റർനാഷണൽ അല്ല. സോ ചെക്കിങ്ങും കാര്യങ്ങളും ബോർഡിങ്ങൊന്നും അത്ര ടൈറ്റ് ആയിരിക്കില്ല. എങ്കിലും നമ്മൾ നേരത്തെ എത്തണ്ടേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി ഡ്രൈവറോടും നമ്മുടെ ഗൈഡിനോടും പറഞ്ഞിട്ട് അപ്പം തന്നെ കിട്ടിയൊരു ഊബറും ബുക്ക് ചെയ്തിട്ട് എയർപോർട്ടിലേക്ക് തിരിച്ചു. ഇനി അടുത്ത ഭാഗം അടുത്ത വീഡിയോ.